അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറബി ഭാഷാ പഠനം എളുപ്പമാക്കാം. പഠന ക്ലാസ് 2. കഴിഞ്ഞ പഠന ക്ലാസ്സിൽ ചില പ്രയോഗങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇന്ന് മറ്റു ചില പ്രയോഗങ്ങൾ പറയാം. പ്രധാനപ്പെട്ട പദങ്ങൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നുപോകും. ലാ യസാലു യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ലാ യസാലു യൻസുറു, അവൻ സഹായിച്ചു കൊണ്ടിരിക്കും. അവൻ സഹായിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. ലഅല്ലഹു യഫ്അലു, അവൻ ഒരുപക്ഷേ പ്രവർത്തിക്കും. അവൻ പ്രവർത്തിച്ചേക്കും. അവൻ പ്രവർത്തിച്ചേക്കാം. അവൻ പ്രവർത്തിക്കാൻ വേണ്ടി. ലഅല്ലഹു യസ്മഉ, ഒരുപക്ഷേ അവൻ കേൾക്കും. അവൻ കേട്ടേക്കും. അവൻ കേട്ടേക്കാം. അവൻ കേൾക്കാൻ വേണ്ടി. ലഅല്ലഹ തഫ്അലു, ഒരുപക്ഷേ അവൾ പ്രവർത്തിക്കും. അവൾ പ്രവർത്തിച്ചേക്കും. അവൾ പ്രവർത്തിച്ചേക്കാം. അവൾ പ്രവർത്തിക്കാൻ വേണ്ടി. ലഅല്ലഹ തൻസുറു, ഒരുപക്ഷേ അവൾ സഹായിക്കും. അവൾ സഹായിച്ചേക്കും. അവൾ സഹായിച്ചേക്കാം. അവൾ സഹായിക്കാൻ വേണ്ടി. ലമ്മ യഫ്അൽ, അവൻ ഇനിയും പ്രവർത്തിച്ചിട്ടില്ല. ലമ്മ യതഅല്ലം, അവൻ ഇനിയും പഠിച്ചിട്ടില്ല. ലം യഫ്അൽ, അവൻ പ്രവർത്തിച്ചില്ല. അവൻ പ്രവർത്തിച്ചിട്ടില്ല. അവൻ ചെയ്തില്ല. അവൻ ചെയ്തിട്ടില്ല. ലം യതുറുക്, അവൻ ഉപേക്ഷിച്ചില്ല. അവൻ ഉപേക്ഷിച്ചിട്ടില്ല. ലൻ യഫ്അല, അവൻ തീർച്ചയായും പ്രവർത്തിക്കുകയില്ല. ലൻ യത്രുക,
അവൻ തീർച്ചയായും ഉപേക്ഷിക്കുകയില്ല. മൻ ഫക്ക യഫ്അലു മാ ബരിഹ യഫ്അലു മാ സാല യഫ്അലു മാ ഫതിഅ യഫ്അലു. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ ചെയ്തുകൊണ്ടിരുന്നു, അവൻ അയവില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ അയവില്ലാതെ ചെയ്തുകൊണ്ടിരുന്നു, അവൻ ഇടവിടാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, അവൻ ഇടവിടാതെ ചെയ്തുകൊണ്ടിരുന്നു. മൻ ഫക്ക യതഅല്ലമു മാ ബരിഹ യതഅല്ലമു മാ സാല യതഅല്ലമു മാ ഫതിഅ യതഅല്ലമു. അവൻ പഠിച്ചുകൊണ്ടിരുന്നു, അവൻ അയവില്ലാതെ പഠിച്ചുകൊണ്ടിരുന്നു, അവൻ ഇടവിടാതെ പഠിച്ചുകൊണ്ടിരുന്നു. മാ ദാമ യഫ്അലു, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നിടത്തോളം കാലം, അവൻ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, അവൻ ചെയ്തു കൊണ്ടിരുന്നിടത്തോളം കാലം, അവൻ ചെയ്യുന്നിടത്തോളം കാലം. മാദാമ യുസ്വല്ലി, അവൻ നിസ്കരിച്ചു കൊണ്ടിരുന്നിടത്തോളം കാലം, അവൻ നിസ്കരിക്കുന്നിടത്തോളം കാലം. മാ കാന ലിയഫ്അല, അവൻ പ്രവർത്തിക്കത്തക്കതല്ല, അവൻ ചെയ്യത്തക്കതല്ല, അവൻ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല, അവൻ ചെയ്യുവാൻ പാടുള്ളതല്ല. മാ കാന ലിയത്റുക, അവൻ ഉപേക്ഷിക്കത്തക്കതല്ല, അവൻ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. മിൻ ഹൈസു യഫ്അലു, അവൻ പ്രവർത്തിക്കുന്നിടത്തുകൂടി, അവൻ പ്രവർത്തിക്കുന്ന നിലയിൽ. മിൻ ഹൈസു യജ്ലിസു, അവൻ ഇരിക്കുന്നിടത്തുകൂടി, അവൻ ഇരിക്കുന്ന നിലയിൽ. ഹൽ യഫ്അലു, അവൻ പ്രവർത്തിക്കുമോ, അവൻ ചെയ്യുമോ, അവൻ പ്രവർത്തിക്കുന്നുണ്ടോ, അവൻ ചെയ്യുന്നുണ്ടോ. ഹൽ യൻസുറു, അവൻ സഹായിക്കുമോ, അവൻ സഹായിക്കുന്നുണ്ടോ. യകാദു യഫ്അലു, അവൻ മിക്കവാറും പ്രവർത്തിക്കും, അവൻ മിക്കവാറും ചെയ്യും. അവൻ ഏതൊരു നിമിഷത്തിലും പ്രവർത്തിച്ചേക്കാം, അവൻ ഏതൊരു നിമിഷത്തിലും ചെയ്തേക്കാം. യകാദു യൻസുറു, അവൻ മിക്കവാറും സഹായിക്കും, അവൻ ഏതൊരു നിമിഷത്തിലും സഹായിച്ചേക്കാം. യംബഗി അൻ യഫ്അല, അവൻ പ്രവർത്തിക്കേണ്ടതാണ്, അവൻ ചെയ്യേണ്ടതാണ്, അവൻ പ്രവർത്തിക്കണമെന്നതാണ് ആവശ്യം, അവൻ ചെയ്യണമെന്നതാണ് ആവശ്യം. യംബഗി അൻ യുസല്ലിയ, അവൻ നിസ്കരിക്കേണ്ടതാണ്, അവൻ നിസ്കരിക്കണമെന്നതാണ് ആവശ്യം. യൗമ യഫ്അലു, അവൻ പ്രവർത്തിക്കുന്ന ദിവസം. യൗമ യുഅല്ലിമു, അദ്ദേഹം പഠിപ്പിക്കുന്ന ദിവസം. റുബ്ബമാ യഫ്അലു, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ ഒരു പക്ഷേ പ്രവർത്തിക്കും, അവൻ ഒരു കാലത്ത് പ്രവർത്തിക്കും. റുബ്ബമാ യുദർരിസു, അദ്ദേഹം
ദർസ് നടത്തിയേക്കും, അദ്ദേഹം ഒരു പക്ഷേ ദർസ് നടത്തും, അദ്ദേഹം ഒരു കാലത്ത് ദർസ് നടത്തും. സയഫ്അലു, സൗഫ യഫ്അലു, അവൻ പ്രവർത്തിക്കും, അവൻ പ്രവർത്തിച്ചു കൊള്ളും, അവൻ പ്രവർത്തിക്കാം, അവൻ ചെയ്യും, അവൻ ചെയ്തു കൊള്ളും, അവൻ ചെയ്യാം. സയൻസുറു, സൗഫ യൻസുറു, അവൻ പിന്നീട് സഹായിക്കും, അവൻ സഹായിച്ചു കൊള്ളും, അവൻ സഹായിക്കാം. അസാ അൻ യഫ്അല, അവൻ പ്രവർത്തിച്ചേക്കും, അവൻ പ്രവർത്തിച്ചേക്കാം. അസാ അൻ യൻസുറ, അവൻ സഹായിച്ചേക്കും, അവൻ സഹായിച്ചേക്കാം. ഇനി നിക്കാഹുൻ എന്ന പദവുമായി ബന്ധമുള്ള ചില പദങ്ങൾ പറയാം. ആദ്യം നിക്കാഹുൻ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ വിശദീകരിക്കാം. നിക്കാഹുൻ എന്ന പദത്തിന് വിവാഹം, കല്യാണം, വേളി, പരിണയം, ഇങ്ങനെ പല അർത്ഥങ്ങളും പലരും പറയാറുണ്ടല്ലോ. ഈ അർത്ഥങ്ങളിൽ ഏറ്റവും നല്ല അർത്ഥങ്ങൾ ഏതെല്ലാം? ഇസ്ലാമിക വിവാഹം ഉദ്ദേശിച്ചുകൊണ്ട് നാം നിക്കാഹുൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അന്നിക്കാഹു എന്ന് പറയുമ്പോൾ, ഈ അർത്ഥങ്ങൾ എല്ലാം പറയാൻ പറ്റുമോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം പരിണയം എന്ന അർത്ഥത്തെക്കുറിച്ച് വിശദീകരിക്കാം. നിക്കാഹുൻ എന്നതിന് പരിണയം എന്ന അർത്ഥം ചിലർ പറയാറുണ്ട്. പരിണയം എന്ന പദത്തിന് വിവാഹം എന്ന് അർത്ഥമുണ്ട്. അതനുസരിച്ച് നിക്കാഹുൻ എന്നതിന് വിവാഹം എന്ന് അർത്ഥം പറയുന്നത് പോലെ പരിണയം എന്ന അർത്ഥവും പറയാം എന്ന് മനസ്സിലാകുന്നു. പരിണയം എന്നതിന് കൂട്ടിക്കൊണ്ടുവരൽ, കൂട്ടിക്കൊണ്ടുവരിക എന്നീ അർത്ഥങ്ങളും പറയാം. കൂട്ടിക്കൊണ്ടുവരൽ എന്നൊരു കാര്യം വിവാഹത്തിൽ ഉണ്ടല്ലോ. നിക്കാഹിനു ശേഷം നിശ്ചിത സമയത്ത് വധുവിനെ കൂട്ടിക്കൊണ്ടുവരും. അതിനാൽ കൂട്ടിക്കൊണ്ടുവരൽ എന്ന കാര്യം വിവാഹത്തിൽ ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിണയിക്കുക, പരിണയം എന്നീ പദങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. പരിണയിക്കുക എന്ന പദം വിവാഹം കഴിക്കുക എന്ന അർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്.
വിവാഹ ചടങ്ങുകളിൽ അഗ്നിയുടെ ചുറ്റും വധുവിനെ നയിക്കുന്ന പതിവുള്ളതിൽ നിന്നാണ് വിവാഹം കഴിക്കുക എന്ന അർത്ഥത്തിൽ പരിണയിക്കുക എന്ന പദം ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിവാഹ ചടങ്ങുകളിൽ അഗ്നിയുടെ ചുറ്റും വധുവിനെ നയിക്കുക എന്ന കാര്യം ഇല്ല. അതിനാൽ വിവാഹ ചടങ്ങുകളിൽ അഗ്നിയുടെ ചുറ്റും വധുവിനെ നയിക്കുന്ന പതിവുള്ളതിൽ നിന്ന് പരിണയിക്കുക എന്ന പദം വിവാഹം കഴിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാൽ പരിണയിക്കുക എന്ന പദവുമായി ബന്ധമുള്ള പരിണയം എന്ന പദം അന്നിക്കാഹു എന്നതിന് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്ന് മനസ്സിലാകുന്നു. പരിണായം എന്ന പദത്തിന് നയിക്കൽ, ചുറ്റും നടത്തിക്കൽ എന്നീ അർത്ഥങ്ങളുണ്ട്. ചില മതക്കാർ വിവാഹ ചടങ്ങുകളിൽ അഗ്നിയുടെ ചുറ്റും വധുവിനെ നയിക്കാറുണ്ട്, വധുവിനെ നടത്തിക്കാറുണ്ട്. അങ്ങനെ ചെയ്യൽ, നയിക്കൽ, ചുറ്റും നടത്തിക്കൽ എന്നതിന് പരിണായം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പരിണയിക്കുക, പരിണായം എന്നിവയുടെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നിക്കാഹു എന്ന് നമ്മൾ പറയുമ്പോൾ പരിണയം എന്ന പദം അതിൻ്റെ അർത്ഥമായി പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നിക്കാഹുൻ എന്ന പദത്തിന് വേളി എന്ന് അർത്ഥം പറയാറുണ്ട്. വേളി എന്നതിന് വിവാഹം എന്ന് അർത്ഥമുണ്ട്. അതനുസരിച്ച് നിക്കാഹുൻ എന്ന പദത്തിന് വേളി എന്ന അർത്ഥം പറയാം. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും ബ്രാഹ്മണരുടെ വിവാഹം എന്ന അർത്ഥത്തിലാണ് വേളി എന്ന പദം ഉപയോഗിക്കുന്നത്. വേളി എന്ന പദം ബ്രാഹ്മണരുടെ വിവാഹത്തെക്കുറിച്ച് പ്രത്യേകമായി ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ അന്നിക്കാഹു എന്ന പദത്തിന് വേളി എന്ന അർത്ഥം പറയാതിരിക്കലാണ് കൂടുതൽ നല്ലത് എന്നാണ് മനസ്സിലാകുന്നത്. വേളി എന്ന പദത്തിന് വിവാഹം ചെയ്യപ്പെട്ടവൾ, വധു, ഭാര്യ എന്നീ അർത്ഥങ്ങളും ഉപയോഗിക്കപ്പെടുന്നു.
നിക്കാഹുൻ എന്ന പദത്തിന് കല്യാണം എന്ന അർത്ഥം പറയാറുണ്ട്. കല്യാണം എന്ന പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. അവയിൽ ഒരു അർത്ഥം വിവാഹം എന്നാണ്. അതിനാൽ വിവാഹം എന്ന് അർത്ഥമുള്ള കല്യാണം എന്ന പദം നിക്കാഹുൻ എന്നതിൻ്റെ അർത്ഥമായി പറയാം. കല്യാണം എന്ന പദത്തിന് വിവാഹം എന്ന അർത്ഥം മാത്രമല്ല, ഭാഗ്യം, സൗഖ്യം, ഐശ്വര്യം, വിശിഷ്ട ഗുണം, സദ് സ്വഭാവം, സ്വർഗം, സ്വർണം, ആഘോഷം തുടങ്ങി അനേകം അർത്ഥങ്ങളുണ്ട്. നിക്കാഹുൻ എന്ന പദം മസ്ദറാണ്. ഏതിൻ്റെ മസ്ദറാണ്? നക്കഹ എന്നതിൻ്റെ മസ്ദറാണ് നിക്കാഹുൻ എന്നത്. നക്കഹ യൻകിഹു നിക്കാഹൻ. നക്കഹ അവൻ വിവാഹം ചെയ്തു, അവൻ ഭാര്യയാക്കി. നക്കഹ ഹാഷിറുൻ അൽ മർഅത. ഹാഷിർ സ്ത്രീയെ വിവാഹം ചെയ്തു. ഹാഷിർ സ്ത്രീയെ ഭാര്യയാക്കി. ഇനി നക്കഹത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ശ്രദ്ധിക്കണം. നക്കഹത്ത് അവൾ വിവാഹിതയായി, അവൾ ഭർതൃമതിയായി. നക്കഹത്തിൽ മർഅത്തു സ്ത്രീ വിവാഹിതയായി, സ്ത്രീ ഭർതൃമതിയായി. ഇനി ചില പ്രയോഗങ്ങൾ മനസ്സിലാക്കുക. അയ്യൻകിഹ അവൻ വിവാഹം ചെയ്യുന്നതിന്, അവൻ ഭാര്യയാക്കുന്നതിന്. അൻ തൻകിഹ അവൾ വിവാഹിതയാകുന്നതിന്. ഓരോന്നിൻ്റെയും അർത്ഥം എങ്ങനെയാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. അയ്യൻകിഹ്ന, അയ്യൻകിഹ്ന അവൾ, അവർ, ഇവിടെ കൂടുതൽ സ്ത്രീകളുണ്ട്. അയ്യൻകിഹ്ന അവർ വിവാഹിതകളാകുന്നതിന്. വിശുദ്ധ ഖുർആനിൽ 2:232 അതായത് സൂറത്തുൽ ബഖറ 232 ആയത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അയ്യൻകിഹ്ന. അയ്യൻകിഹ്ന എന്നതിൻ്റെ ഒരു അർത്ഥം അവർ വിവാഹിതകളാകുന്നതിന്, അവർ വിവാഹിതകളാകുന്നതിന്. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. ഓരോ പദത്തിൻ്റെയും അർത്ഥം പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഒരു പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ അർത്ഥങ്ങളും പറയരുത്. എങ്ങനെ പറയണം എന്നത് നന്നായി മനസ്സിലാക്കണം. നകഹൻ നുഹാസു, നകഹ, നകഹൻ നുആസു ഐനൈഹി എന്നൊരു പ്രയോഗമുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കണം.
നകഹൻ നുആസു ഐനൈഹി, നിദ്ര കണ്ണുകളെ തഴുകി, നിദ്ര നയനങ്ങളെ മുകർന്നു. ഇനി ഫാഅല യുഫാഇലു വസ്നിലുള്ള നാകഹ യുനാകിഹു, നാകഹ വിവാഹ ബന്ധുവായി, വിവാഹബന്ധത്തിലേർപ്പെട്ടു. നാകഹ യുനാകിഹു മുനാകഹതൻ. ഇനി അഫ്അല യുഫ്ഇലു ഇഫ്ആലൻ വസ്നിലുള്ള അൻകഹ യുൻകിഹു ഇൻകാഹൻ. അൻകഹ അവൻ വിവാഹം ചെയ്തു കൊടുത്തു, അദ്ദേഹം വിവാഹം ചെയ്തു കൊടുത്തു, അദ്ദേഹം കെട്ടിച്ചു കൊടുത്തു, അദ്ദേഹം പെണ്ണു കെട്ടിച്ചു, അദ്ദേഹം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു. വിവിധ ശൈലിയിൽ പറഞ്ഞത് ഓരോ സന്ദർഭത്തിലും ഏറ്റവും ഉചിതമായ അർത്ഥം വെക്കാൻ വേണ്ടിയാണ്. അൻകഹ എന്ന ഫിഇലിന്റെ അർത്ഥങ്ങൾ സവ്വജ എന്ന ഫിഇലിനും ഉണ്ട്. സവ്വജ അവൻ വിവാഹം ചെയ്തു കൊടുത്തു, അവൻ കെട്ടിച്ചു കൊടുത്തു, അദ്ദേഹം പെണ്ണ് കെട്ടിച്ചു, അദ്ദേഹം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു. ഇനി ഇസ്തഫ്അല യസ്തഫ്ഇലു ഇസ്തിഫ്ആലൻ വസ്നിലുള്ള ഇസ്തൻകഹ യസ്തൻകിഹു ഇസ്തിൻകാഹൻ. ഇസ്തൻകഹ അവൻ വിവാഹത്തിനു ചോദിച്ചു. ഇനി ഒരു പ്രയോഗം പറയാം. ഇസ്തൻകഹ മിൻ ബനി സുലൈമിൻ, അവൻ സുലൈം സന്തതികളിൽ നിന്ന് വിവാഹത്തിനു ചോദിച്ചു. അവൻ ബനു സുലൈമിൽ നിന്ന് വിവാഹത്തിനു ചോദിച്ചു. നാകിഹുൻ എന്നത് ഇസ്മുഫായിലാണല്ലോ. നകഹ എന്നതിൻ്റെ ഇസ്മുഫായിലാണ് നാകിഹുൻ എന്നത്. നാകിഹുൻ വിവാഹം ചെയ്തവൻ, വിവാഹം ചെയ്യുന്നവൻ. നാകിഹുൻ വിവാഹിതൻ. വിവാഹിത എന്ന അർത്ഥത്തിലും നാകിഹുൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, നാകിഹത്തുൻ എന്നല്ലേ ഉപയോഗിക്കേണ്ടത്? നാകിഹുൻ എന്ന പദം തന്നെ വിവാഹിത എന്ന അർത്ഥത്തിലും വിവാഹിതൻ എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. നാകിഹുൻ എന്ന പദം ഭർതൃമതി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു പ്രയോഗം പറയാം. നാകിഹു ബനി സുലൈമിൻ, സുലൈം സന്തതികളുടെ മരുമകൻ, സുലൈം സന്തതികളുടെ പുതിയാപ്ല, ബനു സുലൈമിന്റെ മരുമകൻ, ബനു സുലൈമിന്റെ പുതിയാപ്ല, ബനു സുലൈമിൽ നിന്ന് പെണ്ണ് കെട്ടിയവൻ, സുലൈം സന്തതികളിൽ നിന്ന് പെണ്ണ് കെട്ടിയവൻ. ആ പദം ശ്രദ്ധിച്ചല്ലോ. നാകിഹു ബനി സുലൈമിൻ. നിക്കാഹുൻ എന്നത് മസ്ദറാണല്ലോ. നിക്കാഹുൻ എന്ന പദം സവാജുൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. നിക്കാഹുൻ, സവാജുൻ എന്നീ പദങ്ങളുടെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. വിവാഹം, കല്യാണം. ചിലർ പരിണയം, വേളി എന്നീ അർത്ഥങ്ങൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വിശദീകരിച്ചല്ലോ. ഏറ്റവും നല്ലത് വിവാഹം, കല്യാണം എന്നീ അർത്ഥങ്ങൾ
ഉപയോഗിക്കലാണ്. ഇതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം? അത് സന്ദർഭത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കണം. മനാക്കിഹു എന്ന പദം നിസാഉൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മനാക്കിഹു എന്നതിൻ്റെയും നിസാഉൻ എന്നതിൻ്റെയും അർത്ഥങ്ങൾ സ്ത്രീകൾ, പെണ്ണുങ്ങൾ. ഇനി തസവ്വജ എന്ന അർത്ഥത്തെക്കുറിച്ച് തസവ്വജ എന്നതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് അല്പം പറയാം. തസവ്വജ അവൻ വിവാഹം ചെയ്തു. തഫഅല യതഫഅലു തഫഉലൻ വസ്നിലുള്ള തസവ്വജ യതസവ്വജു തസവ്വുജൻ എന്നിവയുടെ അർത്ഥങ്ങളും ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള സവ്വജ യുസവ്വിജു തസ്വീജൻ എന്നിവയുടെ അർത്ഥങ്ങളും ശ്രദ്ധിച്ച് പറയണം. തസവ്വജ അവൻ വിവാഹം ചെയ്തു. തസവ്വജ മുനീറുൻ ഇംറഅതൻ മുനീർ ഇണയെ സ്വീകരിച്ചു. മുനീർ പെണ്ണു കെട്ടി. ഇനി തഫാഅല യതഫാഅലു തഫാഉലൻ തസാവജ യതസാവജു തസാവുജൻ. തസാവജു എന്ന് പ്രയോഗിക്കാറുണ്ട്. തസാവജു എന്താണ് അർത്ഥം? തസാവജു അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണു കൊടുത്തു. അന്യോന്യം വിവാഹബന്ധത്തിലേർപ്പെട്ടു. തസാവജു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണു കൊടുത്തു. അവർ അന്യോന്യം വിവാഹബന്ധത്തിലേർപ്പെട്ടു. ഇസ്ദവജ ഇരട്ടയായി, ഇണയായി തീർന്നു. ഇസ്ദവജ ഇരുവരും ഇണകളായി. ഇരുവരും വിവാഹത്തിലൂടെ ഇണകളായി. രണ്ടാളും വിവാഹിതരായി. രണ്ടാളും ജോഡികളായി. ഇനി സൗജുൻ എന്ന പദം. സൗജുൻ ജോഡികളിൽ ഒന്ന്, ഇണകളിൽ ഒന്ന്, ഇണകളിൽ ഒരാൾ. ഭർത്താവിനെ കുറിച്ച് സൗജുൻ എന്ന് പറയുന്നു. ഭാര്യയെക്കുറിച്ച് ചിലപ്പോൾ സൗജുൻ എന്ന പദം തന്നെ ഉപയോഗിക്കും, ചിലപ്പോൾ സൗജത്തുൻ എന്ന പദം ഉപയോഗിക്കും. ഭാര്യ എന്ന അർത്ഥത്തിലും സൗജുൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സൗജുൻ എന്നതിൻ്റെ ജംഅ് അസ്വാജുൻ. അസ്വാജുൻ ഇണകൾ. സൗജുൻ എന്ന പദം സ്വിൻഫുൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. സൗജുൻ, സ്വിൻഫുൻ ഇനം, തരം. സൗജുൻ വ ഫർദുൻ എന്നൊരു പ്രയോഗമുണ്ട്. സൗജുൻ വ ഫർദുൻ ഇരട്ടയും ഒറ്റയും. സൗജുൻ എന്ന പദം ഖരീനുൻ എന്ന പദത്തിന്റെ അർത്ഥത്തിലും ബഅലുൻ എന്ന പദത്തിന്റെ അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. സൗജുൻ
ഖരീനുൻ, ബഅലുൻ. ഈ 3 പദങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഭർത്താവ്, ജീവിത പങ്കാളി എന്നീ അർത്ഥങ്ങൾ പറയാം. സൗജുൻ എന്ന പദം തന്നെ സൗജത്തുൻ എന്ന പദത്തിന്റെ അർത്ഥത്തിലും ഖരീനത്തുൻ എന്ന പദത്തിന്റെ അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഭാര്യ. സൗജാനി, ജോഡി, ഇണ, ഇരട്ട. ഇനി ഒരു പ്രയോഗം മനസ്സിലാക്കുക. സൗജുൻ നിആലി, ഒരു ജോഡി ചെരിപ്പ്. സൗജുൽ ഇബ്നതി, മരുമകൻ. ജാമാതാവ്, ജാമാദാ എന്ന പദവും പറയാം. സൗജുൽ ഉഖ്തി, സിയാലൻ, അളിയൻ. സൗജുൽ ഉമ്മി, വളർത്തുപ്പ. സൗജുൽ ഉമ്മി, വളർത്തുപ്പ, ഉമ്മയുടെ ഭർത്താവ്. നേരത്തെ ഞാൻ പറഞ്ഞു സൗജുൻ എന്ന പദം ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന്. സൗജത്തുൻ എന്ന പദവും ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. സൗജത്തുൻ, ഭാര്യ. സൗജത്തുൻ എന്ന പദത്തിന് ഖരീനത്തുൻ എന്ന പദത്തിന്റെ അർത്ഥമുണ്ട്. ഭാര്യ, മറ്റൊരർത്ഥം ഇണ. സൗജത്തുൽ അബി, പോറ്റുമ്മ. സൗജത്തുൽ ഇബ്നി, സ്നുഷ. സൗജത്തുൽ ഇബ്നി, സ്നുഷ. സ്നുഷ, സ്നുസ. ഇതെല്ലാം പറയുമ്പോൾ ശ്രദ്ധിക്കണം. സ്നുഷ, സൗജത്തുൽ ഇബ്നി, സ്നുഷ. പുത്രഭാര്യ, മരുമകൻ. ഇപ്പോൾ മനസ്സിലായല്ലോ. സൗജത്തുൽ അഖി, നാത്തൂൻ, സഹോദര ഭാര്യ. സൗജത്തുൽ ഖാലി, മാമി, അമ്മാവി. സീജത്തുൻ, മംഗല്യം, വിവാഹം. സവാജുൻ, സീജത്തുൻ, ഖിറാനുൻ എന്നീ പദങ്ങൾക്ക് കല്യാണം, വിവാഹം എന്നീ അർത്ഥങ്ങൾ പറയാം. സവാജുൻ ഗൈറു ശർഇയ്യിൻ, നിയമാനുസൃതമല്ലാത്ത ദാമ്പത്യം, വെപ്പാട്ടിയാക്കൽ. നേരത്തെ ഞാൻ സവ്വജ എന്നതിൻ്റെ അർത്ഥങ്ങളും തസവ്വജ എന്നതിൻ്റെ അർത്ഥവും പറഞ്ഞിരുന്നല്ലോ. അവ താരതമ്യം ചെയ്യണം. ഇന്ന് പറഞ്ഞ പല ലഫ്ദുകളും താരതമ്യം ചെയ്ത് പഠിക്കേണ്ടവയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ ഇതുപോലെ അറബി ഭാഷയിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പദങ്ങളുടെ അർത്ഥങ്ങൾ പറയുകയും വിശദീകരിക്കേണ്ട ഭാഗങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ വേണ്ടത്ര ശ്രദ്ധിക്കാതെ ലഫ്ളുകളുടെ അർത്ഥങ്ങൾ പറയുന്നു. അങ്ങനെ പറയരുത്. നന്നായി ശ്രദ്ധിച്ച് പറയണം. ഓരോ ലഫ്ളിനെ കുറിച്ചും നന്നായി പഠിക്കാം. ഏത് ഭാഷയാണെങ്കിലും ഓരോ പദത്തെക്കുറിച്ചും നന്നായി പഠിക്കേണ്ടതുണ്ട്. വർഷങ്ങളോളം
നന്നായി പഠിച്ചാൽ മാത്രമേ ഏതൊരു ഭാഷയും തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അറബി ഭാഷയിലെ പല ലഫ്ളുകളും പല പ്രയോഗങ്ങളും ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. പലതരത്തിലുള്ള പ്രയോഗങ്ങളും പലതരത്തിലുള്ള ലഫ്ളുകളും വിശദീകരിക്കും. ഈ ക്ലാസുകൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഷയിൽ നല്ല പുരോഗതി ഉണ്ടാവും. കേട്ട കാര്യങ്ങൾ എഴുതി വെക്കണം. മുഴുവൻ എഴുതി വെക്കാൻ സാധിക്കില്ലെങ്കിലും പോയിന്റുകൾ എഴുതി വെക്കണം. തുടർന്നുള്ള ക്ലാസുകൾ കേൾക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല അറബി ഭാഷയിൽ കൂടുതൽ അറിവുകൾ നേടാനും ആ അറിവുകൾ ഉപയോഗപ്പെടുത്തി കിതാബുകൾ തെറ്റുകൂടാതെ അർത്ഥം വെക്കാനും അതിലൂടെ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.